ഇന്നലെ സുകുമാരൻ നായർക്കെതിരെ പത്തനംതിട്ടയിൽ ഫ്ലെക്സ് ഉയർന്നിരുന്നെങ്കിൽ ഇന്ന് ചില ഭാഗങ്ങളിൽ അംഗങ്ങൾ തന്നെ NSS അംഗങ്ങൾ തന്നെ രാജിവെച്ച് സംഘടന വിട്ടുപോവുകയാണ്. ഇത് NSS വലിയ പ്രതിസന്ധിയിലേക്കാണോ കൊണ്ടുപോകുന്നത്? പ്രതിസന്ധിയിൽ ഒരു അന്തർധാര ഉണ്ടായിട്ടുണ്ട്. കാരണം പിണറായി വിജയൻ പറഞ്ഞത് കേട്ട അയ്യപ്പ സംഗമത്തിൽ NSS പങ്കെടുക്കുന്നത് ആരോട് ചോദിച്ചിട്ടാണെന്നാണ്. ഒരു കരയോഗാംഗം, വളരെ കൂറുള്ള ഒരു കരയോഗാംഗമാണ്. കാരണം സുകുമാരൻ നായർ പറയുന്നത് ശിരസാ വഹിക്കുകയും അദ്ദേഹത്തെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരാൾ. പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ ഒരു വികാരം കരയോഗങ്ങളിലെല്ലാം അലയടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അച്ചടക്കമുള്ളവരാണ് NSSകാർ, ഏറെയും പ്രായം ഏറിയവരാണ്. അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള പക്വത ഉണ്ടാവും. പിന്നെ രണ്ടാമതായിട്ട് ഒരു അഭിജാതരായിട്ടുള്ള ആൾക്കാരാണ്. അവരിങ്ങനെ വെറുതെ ബഹളമൊന്നും വയ്ക്കാൻ പോകില്ല. രാഷ്ട്രീയം അങ്ങനെ അതിപ്രസരമായിട്ട് ഉപയോഗിക്കാറുമില്ല. ഒരു കാര്യമുള്ളത്, സർവീസ് വാരികയാണ് അവരുടെ മുഖപത്രം എന്ന് പറയുന്നത്. 2 ആഴ്ച കൂടുമ്പോൾ പുറത്തു വരുന്നത്. അതിന് രാഷ്ട്രീയ പരാമർശങ്ങൾ ഉണ്ടാവാറില്ല. അതിലെഴുതുന്നവരോട് വളരെ കർക്കശമായിട്ട് പറയാറുണ്ട്, രാഷ്ട്രീയം പാടില്ല, രാഷ്ട്രീയം വല്ലതും വേണമെങ്കിൽ ഞങ്ങൾ പറഞ്ഞുകൊള്ളാം, രാഷ്ട്രീയത്തിനപ്പുറമുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. അപ്പോൾ അത്ര അച്ചടക്കമുള്ള ഒരു പ്രസിദ്ധീകരണമാണ്. ഒരു യാഥാസ്ഥിതികമായിട്ടുള്ളൊരു കാഴ്ചപ്പാടുമൊക്കെയുള്ള ഒരു ആസ്ഥാനമാണ് NSSൻ്റെ പെരുന്നയിലുള്ള ഓഫീസ്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ജനറൽ സെക്രട്ടറിക്ക് തന്നെയാണ് വോയിസ്. വൈസ് പ്രസിഡൻ്റാണ് തിരുവനന്തപുരത്തു നിന്നുള്ള സംഗീത് കുമാർ. പ്രസിഡന്റിന് വലിയ വോയിസൊന്നുമില്ല. അധ്യക്ഷത വഹിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വളരെ ആചാരപരമായിട്ടാണ് NSSൻ്റെ പ്രവർത്തനം നടക്കുന്നതെന്ന് ഓർക്കണം. എല്ലാ ദിവസവും സമുദായ ആചാര്യൻ്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ടല്ലാതെ ജനറൽ സെക്രട്ടറി ഓഫീസിലേക്ക് കടന്നു പോകാറുമില്ല. അപ്പം അത്ര ആചാരങ്ങളും ഒക്കെ അതേ രീതിയിൽ കൈക്കൊള്ളുന്ന ഒരിടത്ത് ഈ തീരുമാനങ്ങൾ എന്ന് പറയുന്നത് ദ്രുതഗതിയിൽ ഉണ്ടാവാറില്ല. ഒരു തീരുമാനത്തിൽ അവരെത്തണമെങ്കിൽ എല്ലാ ഭാരവാഹികളുമായിട്ടും കൂടിയോലോചിച്ച്, അതിനുശേഷം ഡയറക്ടർ ബോർഡുമായിട്ടും കൂടിയോലോചിച്ച് അവർ തീരുമാനിക്കും. അത് കരയോഗങ്ങളിലേക്ക് എത്തിക്കും. എതിർപ്പുള്ള കരയോഗങ്ങൾ അതറിയിക്കും. അതനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുകയോ വരുത്താതിരിക്കുകയോ ചെയ്യാം. ആ രീതിയിലാണ് അതിൻ്റെ ഒരു പ്രവർത്തന ശൈലി മികവ്. ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, ജനറൽ സെക്രട്ടറിയെ ഇപ്പോൾ സമ്മതിക്കുന്നുണ്ട്. നമ്മളാണ് ആദ്യം അത് ബ്രേക്ക് ചെയ്തത്. VN വാസവൻ വന്ന് കണ്ടു, രഹസ്യമായിട്ട് ഒറ്റ പത്രം പോലും അറിഞ്ഞിട്ടില്ല. നമ്മൾ പറയുന്നത് വരെ ഒറ്റ പത്രം പോലും അറിഞ്ഞിട്ടില്ല. അതിനുശേഷവും അവർക്കറിവില്ല, അങ്ങനെ ചെന്നിരിക്കാം എന്നുള്ളത് സമ്മതിക്കുക മാത്രം. 3 കാര്യങ്ങൾ ജനറൽ സെക്രട്ടറി ഉന്നയിച്ചു. 1, ഉള്ള കേസുകൾ NSS അംഗങ്ങൾക്കെതിരെ ഉണ്ടായിട്ടുള്ള ഭാരവാഹികൾക്കെതിരെ പിൻവലിക്കണം. അത് ശിരസാദം വഹിച്ചു. രണ്ടാമതായിട്ട്, പ്രായപരിധിക്കകത്തുള്ള ഒരു പെൺകുട്ടി പോലും ശബരിമലയിൽ പ്രവേശിക്കാൻ പാടില്ല. അതും ശിരസാ വഹിച്ചു. അതുപോലെ തന്നെ ആചാരശുദ്ധി അവിടെ ഉറപ്പാക്കണം. മൂന്നാമത്തേതും മാർക്സിസ്റ്റ് പാർട്ടിക്ക് അത്ര വിശ്വാസമില്ലാത്ത കാര്യമായിട്ടും അത് സമ്മതിച്ചു. അതുകൊണ്ടാണ് പമ്പ അയ്യപ്പ സംഗമത്തിൽ നമ്മൾ കണ്ട ഇത്തരം കാര്യങ്ങൾ നടന്നിട്ട് എന്തുകൊണ്ടായിരിക്കും ഈ അംഗങ്ങൾ രാജിവെച്ചത്? അവർ അതുകൊണ്ട് തന്നെ അയ്യപ്പ ഭക്തർക്കെതിരെ രംഗത്ത് വന്നു, അതുകൊണ്ടാണ് ഈ രാജ്യം എന്നാണ്. ഈ കാര്യം അംഗങ്ങളെയോ ഡയറക്ടർ ബോർഡിനെയോ ബ്രീഫ് ചെയ്തിട്ടില്ല. രഹസ്യ സന്ദർശനമായിരുന്നു. അവർ തമ്മിൽ രഹസ്യമായിട്ട് തീരുമാനിച്ചത്. അതാ ഞാൻ പറഞ്ഞു, അങ്ങനല്ല തീരുമാനങ്ങൾ സാധാരണ എടുക്കാറുള്ളത്. അപ്പോൾ ശരി വരാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അത് കുഴപ്പമില്ല, അവിടം വരെ പങ്കെടുത്തു. പക്ഷേ അത് കഴിഞ്ഞിട്ട് വന്ന പന്തളം സംഗമത്തിലും അവരെ ക്ഷണിച്ചിരുന്നു. ശബരിമല സംരക്ഷണ സംഗമം, അതിൽ പങ്കെടുത്തതേയില്ല. അതെന്തുകൊണ്ട് ചോദ്യമാണ്. അതിൽ പങ്കെടുത്തവരിൽ പലരും NSSകാരാണ്, കുറേ പേര് RSSകാരാണ്, പിന്നെ ഹിന്ദു ഐക്യവേദിയുടെ ആൾക്കാരാണ്, BJPക്കാരാണ്. അവരാണ് അവിടെ നിറഞ്ഞു നിന്നത്. BJPക്കാരായിട്ടുള്ള അണ്ണാമലൈ വന്നു. അതുപോലെ തന്നെ തേജസ്വി കർണാടകയിൽ നിന്ന് MP ആയിട്ടുള്ള അദ്ദേഹം. സത്യം പറഞ്ഞ ഈ 2 പേരും വന്നപ്പോൾ രാമലക്ഷ്മണന്മാരെ പോലെ പ്രശോഭിതമായി ആ വേദി എന്ന് പറയുന്നത് തെറ്റില്ല. വളരെ ആവേശം ജനിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. ഈ നായന്മാരുടെ ആചാരപ്രകാരമുള്ള, അവരധികം ആദരിക്കുന്ന രീതിയിലുള്ള ആചാരപ്രകടനങ്ങൾ അവിടെ കണ്ടത്. ഈ തമിഴ്നാട്ടിൽ നിന്ന് മുൻ IPSകാരനായിട്ടുള്ള ആ അണ്ണാദുരൈ ഓരോ പ്രായമേറിയ ഓരോ ആൾക്കാരുടെയും പരിചയക്കാരുടെയും കാലുകൾ വന്ദിച്ച് പാദപൂജ ചെയ്തുകൊണ്ടാണ് ആ വേദിയിലേക്ക്. തേജസ്വി സൂര്യയും ഒരു തേജസ് തന്നെയാണ് അദ്ദേഹം അങ്ങനെ തന്നെ ചെയ്തു. ഇരുവരും പിണറായി വിജയൻ്റെ കാപട്യം പൊളിച്ചു കാട്ടി.
കാരണം ഒരു വിശ്വാസവും ഇല്ലാത്ത ഒരു സ്ഥലത്ത് പോയിട്ട് അദ്ദേഹം വോട്ട് പിടിക്കാൻ വേണ്ടി വിശ്വാസിയാണ് താണെന്നുള്ള ഒരു കപട നാടകം കളിക്കുകയായിരുന്നു. കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കറും ഇത് തന്നെയാണ്. ഇപ്പം കരയോഗങ്ങളിലുള്ള ഭൂരിപക്ഷം ആളുകളും BJP അനുഭാവികളാണ്. പണ്ട് കോൺഗ്രസ്സുകാരായിരുന്നു, സമ്മതിക്കാം. അങ്ങനെയായിട്ട് മാറിയിട്ടുണ്ട്. അല്ലാതെ പിന്നെ എങ്ങനെയാണ് തൃശ്ശൂരിലൊക്കെ ഈ സുരേഷ് ഗോപി ജയിക്കുന്നത്? കരയോഗാംഗങ്ങൾ വോട്ട് ചെയ്തിട്ടില്ലേ? ഇല്ലേ? അതുപോലെ തന്നെ കേരളത്തിൽ 5 സീറ്റുകളിലെങ്കിലും എങ്ങനെയാണ് നിയമസഭാ സീറ്റുകളിൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഇവർ ഭൂരിപക്ഷം നേടിയത്? തിരുവനന്തപുരം ഉൾപ്പെടെ. തിരുവനന്തപുരത്തെ ഭൂരിപക്ഷം ഇത് പണ്ട് നായന്മാരുടെ ഒരു നഗരമായിരുന്നു. ഇപ്പോൾ ഒരു ആ വികാരം പ്രകലമാണ്. നമ്മൾ കാണാതിരുന്നിട്ട് കാര്യമില്ല. അവിടെ ഭൂരിപക്ഷം പേരും ചിന്തിക്കുന്നത് BJPയുടെ ഭാഷയിലാണ്. മോദിയുടെ ആരാധകരല്ല. ഒരു സംശയമില്ലാത്ത കാര്യമാണത്. അടുത്ത തവണ ഈ കോർപ്പറേഷൻ പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലുമാണ്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു വികാരവും ഒരു കാറ്റും അണികൾക്കിടയിലുള്ളപ്പോൾ ഒരു തീരുമാനം മറിച്ചെടുത്തതിനെക്കുറിച്ച് സംശയങ്ങളുണ്ട്. അവിടെ അശ്രദ്ധയുണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ പന്തളമെന്ന് പറയുന്നത് BJPയുടെ ഒരു കോട്ടയാണ്. ആ കോട്ടയിൽ നടന്ന സംഗമത്തിൽ ഭൂരിഭാഗവും NSSനോട് കൂറുള്ള നായന്മാരാണ്. അവിടെ എന്തുകൊണ്ട് NSSൻ്റെ പ്രാതിനിധ്യം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, BJPയെ പറ്റി BJP ഒന്നും ചെയ്യുന്നില്ലെന്ന് മോശമായിട്ട് അതിൻ്റെ ത്യാഗം മുഴുവൻ അനുഭവിച്ചത് BJPക്കാർ. തല്ലുകൊണ്ടതും ചോരയൊലിച്ചതും BJPക്കാരുടെയാണ്, NSSകാരുടെ അല്ല, കോൺഗ്രസ്സുകാരുടെ അല്ല. അത് കാണാതിരുന്നിട്ട് കാര്യമില്ലെന്നേ. അത് അട്ടിമറിയായിരുന്നു. സ്വന്തം കാര്യത്തിന് വേണ്ടി അഴിമതി നടത്താൻ വേണ്ടിയായിരുന്നു. രാഹുൽ ഗാന്ധി വോട്ട് ചോറിന് വേണ്ടി നടത്തിയ പോലുള്ളൊരു കപടയാത്രയായിരുന്നു. ഒരിക്കലും നമുക്കത് പറയാം. ദേശദ്രോഹ യാത്രയായിരുന്നു. വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള യാത്രയായിരുന്നു. സ്ത്രീകളുടെ മാനം രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള യാത്രയായിരുന്നു. ഉണ്ണിയാർച്ച അന്ന് ജോനഗർ തെരുവിൽ ജോനഗർക്കെതിരെ ഉറുമി കൊണ്ട് വീശിയ വീശുണ്ടല്ലോ, ആർക്ക് വേണ്ടിയായിരുന്നു? അവരുടെ കുടുംബത്തിന് വേണ്ടിയാ. അവരുടെ വിശ്വാസ സംരക്ഷണത്തിന് ആ അമ്പലത്തിൽ പോകാനുള്ള ഒരു ഭക്തൻ്റെ അവകാശത്തിന് വേണ്ടിയുടെ സംരക്ഷണമായിരുന്നു. അതുപോലൊരു സംരക്ഷണമാണ്. അനാവശ്യമായിട്ട് കയറി ആളുകളെ കൊണ്ടുവരിക, തൃപ്തി ദേശായിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അവിടെ കപട നാടകങ്ങൾ കളിക്കുക. പോലീസിനെ കൊണ്ട് പോലീസാണ് അവിടെ നിയമവാഴ്ചയെ തടസ്സപ്പെടുത്തിയത്. പോലീസിൻ്റെ യൂണിഫോം സ്ത്രീകളെ അണിയിക്കുക എന്ന് പറയുന്നത് നിയമവിരുദ്ധമാണ്. നിയമവിരുദ്ധം നടത്തിയത് പോലീസാണ്. എന്നിട്ട് ആ പോലീസാണ് ശബരിമല സംരക്ഷണത്തിന് വേണ്ടിയിട്ട് സമരം നടത്തിയ ആൾക്കാർക്കെതിരെ കേസെടുക്കുന്നു. എന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടോ സുകുമാരൻ നായർക്ക് എന്ന് പറയുന്നു. ഞാനത് വിശ്വസിക്കുന്നില്ല. അതായത് വാസവൻ വന്നപ്പോൾ മൂന്നാമതായിട്ട് പറഞ്ഞ കാര്യം അത് ഞാൻ പറഞ്ഞില്ലല്ലോ. മൂന്നാമത്തെ ആവശ്യമായിട്ട് ഉന്നയിക്കപ്പെട്ടത് തൻ്റെ മകൾക്ക്, അത് അവർ NSSൻ്റെ മഹാത്മാഗാന്ധി കോളേജിലെ സിൻഡിക്കേറ്റ് അംഗമൊക്കെ ആയിരുന്നു. ഒരു പുസ്തകങ്ങളിൽ ഇപ്പോൾ NSSൽ വളരെ പ്രമുഖമായിട്ടുള്ള പ്രാമാണികമായ ഒരു സ്ഥാനത്തേക്ക് വരുന്നു. ഇദ്ദേഹത്തിൻ്റെ മകളാണ്. സ്വാഭാവികമാണ് ആ ഒരു ബന്ധം. അത് ഒരു അപലപിക്കപ്പെടുന്നതല്ല. പക്ഷേ ഈ മകൾക്ക്, ഇതെനിക്കറിയില്ല ഇത് റൂമറാണോന്നും, മകൾക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു നിയമസഭാ സീറ്റ് കൊടുക്കാം എന്നുള്ള ഒരു വാക്കും കൂടി വാസവൻ കൊടുത്തു എന്നാണ് ഇപ്പോൾ കിംവദന്തിയായിട്ട് പ്രചരിക്കുന്ന വാർത്ത. എത്രമാത്രം ശരിയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്തു പറഞ്ഞാൽ NSSൻ്റെ ഇത്രയും പറഞ്ഞിട്ടില്ലെങ്കിലും NSSൻ്റെ ഒരു പ്രവർത്തകൻ തന്നെ ഞാൻ NSSൽ നിന്ന് രാജിവെക്കുക പോവുകയാണ്. അങ്ങനെ ധാരാളം പോസ്റ്റുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. ഒരിക്കലും ഉണ്ടാകാത്തതുപോലെ NSSൻ്റേത് ഒരു ഭദ്രദീപം പോലെ, മൺകുടത്തിലെ വിളക്ക് പോലെ ഭദ്രമായിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ നേതൃത്വത്തിനെതിരെ വലിയ പ്രതിഷേധം വരുന്നുണ്ട്. അതിലൊന്നിൽ പറയുന്നത് ഈ MLA സ്ഥാനം മോഹിച്ചിട്ട് ചെയ്ത കാര്യമാണ്. രണ്ടാമത്തെ കാര്യം പറയുന്നത് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജനറൽ സെക്രട്ടറിയുടെ രാഷ്ട്രീയം ഞാൻ അതും വിശ്വസിക്കുന്നില്ല കേട്ടോ. നല്ലൊരു മനുഷ്യനായിട്ട് എനിക്ക് കാണാൻ കഴിയുന്നുള്ളൂ. പോസിറ്റീവായിട്ട് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. പക്ഷേ ആളുകൾ ഇത് പറയുന്നത് നമുക്ക് കാണാതിരിക്കാനും വയ്യ. നമ്മൾ വിശ്വസിക്കുന്നോ ഇല്ലേ എന്നുള്ളതല്ല പ്രശ്നം. പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം മുഴുവൻ ഇപ്പോൾ കേന്ദ്രീകൃതമായിരിക്കുന്നത് സ്വന്തം മകൾക്കു ചുറ്റുമാണ്. NSSൻ്റെ താല്പര്യം ഒന്നുപോലും അദ്ദേഹം സംരക്ഷിച്ചിട്ടില്ല എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസിനെ വിമർശിച്ചത് കോൺഗ്രസ് ഒന്നും ചെയ്യുന്നില്ല, അവർ ന്യൂനപക്ഷ പ്രീണനമാണ്. അതിൽ വെള്ളാപ്പള്ളിയും ഇദ്ദേഹവും യോജിക്കുന്നുണ്ട്. ന്യൂനപക്ഷ പ്രീണനമാണ് നടത്തുന്നതെന്നും പറഞ്ഞ് NSS ഒരിക്കലും പറയാത്തൊരു കാര്യമാണ്. വെള്ളാപ്പള്ളി പറയുന്നത് പോലെ ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നു പറയാറില്ല NSSകാർ ആരും. സമുദായ സൗഹാർദ്ദമാണ് അവർ ആഗ്രഹിക്കുന്നത്.
അതും അദ്ദേഹം പറഞ്ഞു. ഒരു NSS നേതാവിൽ നിന്ന് ഒരിക്കലും ഉണ്ടാവാത്ത സമുദായ സൗഹാർദ്ദം തകർക്കുന്ന ഒരു പ്രസ്താവനയും ഉണ്ടാകത്തില്ല. ആചാര സംരക്ഷണം വേറെ, പക്ഷേ ഈ ന്യൂനപക്ഷ പ്രീണനം എന്നുള്ളൊരു വാക്ക് ഒരിക്കലും ഒരാളും ഉപയോഗിച്ചിട്ടില്ല. ആ വാക്കും അദ്ദേഹം ഉപയോഗിക്കുകയുണ്ടായി. അപ്പോൾ NSSൻ്റെ ആ സ്വാഭാവികവും കൺവെൻഷനലുമായിട്ടുള്ള രീതിയിൽ, പരമ്പരാഗത രീതിയിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള പ്രതികരണങ്ങൾ, പ്രതിഷേധങ്ങളായിട്ട് NSSൻ്റെ കരയോഗങ്ങളിൽ നിന്നും വരുന്നുണ്ട്. എന്തായാലും ഇതിനിടയ്ക്ക് കോൺഗ്രസ്സുകാരെല്ലാം കൂടെ പോയി അദ്ദേഹത്തെ സന്ദർശിച്ചു. ഞങ്ങൾ നിങ്ങൾക്കെതിരല്ല എന്നൊക്കെ VD സതീശനും പറയേണ്ടി വന്നു. സമുദായ നേതാക്കളുടെ തിണ്ണനിരങ്ങികളല്ല ഞങ്ങളെന്ന് പറഞ്ഞ് സതീശൻ അത് തിരുത്തി പറയേണ്ടി വന്നിട്ടുണ്ട്. നല്ല കാര്യം, ശുഭോദർക്കം തന്നെ. അതുപോലെ തന്നെ ഉടൻ തന്നെ ഒരു ഡയറക്ടർ ബോർഡ് യോഗം വിളിക്കാൻ സാധ്യതയുണ്ടെന്നും അറിയുന്നു. ആ യോഗത്തിൽ വെച്ചായിരിക്കും നയപരമായിട്ടുള്ള അവസാനത്തെ തീരുമാനം ഉണ്ടാവുക. അതിൽ ചിലപ്പോൾ തിരുത്തലുകൾ വരാൻ ഈ സമ്മർദ്ദം സഹായകമാകും എന്നും നമുക്ക് ഒരു അനുമാനം നടത്താൻ സാധ്യമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.